അപ്പോൾ ഞാൻ ചോദിച്ചു ലൈസൻസ് ഉണ്ടോ, കാരണം ആൾറെഡി കല്യാണം ഫിക്സ് ചെയ്ത് നമ്മൾ സംസാരിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഓവറായിട്ട് സംശയിക്കേണ്ട ഒരു സാഹചര്യം എനിക്കവിടെ വരുന്നില്ല. അവസാനം ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് തരാനുള്ള 20 ലക്ഷം രൂപ നീ തരണ്ട. പറ്റിക്കപ്പെടുന്നവരാരും മുഖം പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമസ്കാരം. വിവാഹ വാഗ്ദാനം നൽകി പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വിവാഹ വാഗ്ദാനം നൽകി ഒരു പുരുഷനെ വഞ്ചിച്ച ഒരു സ്ത്രീയുണ്ട്. മരിയ സജു മാത്യു എന്ന ക്രിമിനലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നിരവധി പേരിൽ നിന്നും വിസ തട്ടിപ്പ് നടത്തി 80 ലക്ഷം രൂപയോളം ഒരു ചെറുപ്പക്കാരനെ കടക്കെടിയിലാക്കിയ കഥയാണ് പറയുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് രഞ്ജോയാണ്. രഞ്ജോ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലൊരു തട്ടിപ്പ് ഇരയായിരിക്കുന്നു. ഇത്രയും വലിയൊരു തട്ടിപ്പ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? അതായത് ഞാൻ മാട്രിമോണിയിൽ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കല്യാണ ആലോചനയുടെ പ്രപ്പോസലായിട്ടാണ് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വന്നത്. അത് പ്രകാരം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ വീട്ടിൽ സംസാരിച്ചു. അവരുടെ വീട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് വന്നു, നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പുതിയൊരു വീടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 2 വർഷമേ ആയുള്ളൂ ആ വീട്, ഒരു 1.5 വർഷം എന്തോ ആയുള്ളൂ ആ വീട് മേടിച്ചിട്ട്. അപ്പോൾ ആക്ച്വൽ വീട് ഞാൻ കണ്ടിട്ടില്ല, ബന്ധുക്കളെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആകപ്പാടെ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് അവളുടെ അച്ഛനും അമ്മയും ബ്രദറും ഈ പുള്ളിക്കാരിയും മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ വളരെ നല്ല സ്നേഹത്തോടാണ് നമ്മുടെ അടുത്ത് സഹകരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ വിശ്വസിച്ച് പോകും. അതിനുശേഷം അവളുടെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ നമുക്കൊരു ഡേറ്റ് വേണമല്ലോ, കല്യാണത്തിൻ്റെ ഡേറ്റ് വേണമല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ അവൾ ഇനി കല്യാണം നോക്കുന്നുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ അതും ന്യായമായ ഒരു കാര്യമാണ്. പിന്നെ അവർ RC-കാരാണ്, റോമൻ കത്തോലിക്കർ. അപ്പോൾ അവർക്ക് പള്ളിക്കോടതിയിൽ നിന്ന് ഒരു പേപ്പർ കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും ജെന്യുവനായിട്ടുള്ളൊരു റീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം വളരെ നാച്ചുറലായിട്ട് നമ്മുടെ ആ ഒരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം മോസ്റ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 2 ഫോൺ ഉണ്ടാവും. ഒന്ന് എൻ്റെ ഓഫീസ് ഫോണും, ഒന്ന് എൻ്റെ പേഴ്സണൽ ഫോണും. അപ്പോൾ എൻ്റെ ഓഫീസ് ഫോൺ ഞാൻ എപ്പോഴും ഹാൻഡ് ഫ്രീ ആയിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കും. കാരണം മോസ്റ്റ്ലി എപ്പോഴും നമുക്ക് സ്ഥാപനത്തിൻ്റെ കോളുകൾ വരുന്നത് കൊണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പുള്ളിക്കാരായിട്ട് എൻ്റെ പേഴ്സണൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഒരു കോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിക്കവാറും എന്നെ ഈ വിസയുടെ കാര്യം ചോദിച്ച് കുട്ടികൾ വിളിക്കാറുണ്ട്. നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം ആയതുകൊണ്ട്. അന്നേരം ഞാൻ പറയാറുണ്ട്, നമുക്കതിനുള്ള ലൈസൻസ് ഇല്ല, ഇത് നടത്താൻ പ്രത്യേകം ലൈസൻസ് വേണം. അപ്പോൾ എനിക്കുള്ളത് പഠിപ്പിക്കാനുള്ള ലൈസൻസാണ്. പഠിപ്പിച്ചിട്ട് ഇവരെ എനിക്ക് ട്രെയിനിങ്ങിന് വിടാം, അത്രേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് അല്ല. നമ്മൾ പഠിപ്പിക്കുന്ന കോഴ്സിന് ഉള്ള ട്രെയിനിങ്, അത് വിത്ത് ജോബ് അഷ്യൂർഡ് പ്ലേസ്മെന്റ്, വിത്ത് പ്ലേസ്മെന്റ് ആണ്. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ വിദേശത്തോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് ആണ് വേണ്ടത്. നമുക്കതില്ല, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അന്നേരം പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നമുക്ക് ലൈസൻസ് ഉണ്ടല്ലോ, അവളുടെ ബ്രദറിന്റെ പേരിൽ ലൈസൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ലൈസൻസ് ഉണ്ടോ, കാരണം ആൾറെഡി കല്യാണം ഫിക്സ് ചെയ്ത് നമ്മൾ സംസാരിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഓവറായിട്ട് സംശയിക്കേണ്ട ഒരു സാഹചര്യം എനിക്കവിടെ വരുന്നില്ല. എന്നിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി അയച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പാസ്പോർട്ട് എനിക്ക് അയച്ചു തന്നു, വിസ അടിച്ചത്. എന്നിട്ട് കുറേ അധികം വേക്കൻസികളും അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞ് ഇതൊന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. കാരണം നമ്മുടെ 14 വർഷമായ സ്ഥാപനമാണ്. കാരണം ആയിരക്കണക്കിന് കുട്ടികൾക്ക് നമ്മൾ പ്ലേസ്മെന്റ് ചെയ്ത് ഇവിടെ പഠിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ അന്നേരം എന്താണ്, ഈ കുട്ടികൾ വിളിക്കും, ഇതെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ആ പാട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അറിയത്തുള്ളൂ. അന്നേരം ഇവർ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവൾക്ക് ഫോൺ വിളിച്ച് കൊടുക്കും, ഇവളായിരിക്കും ബാക്കി സംസാരിച്ചിട്ട് എന്നിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്ത് എല്ലാവരെയും കൊണ്ട് പേയ്മെന്റ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടിയിപ്പിച്ചു. പേയ്മെന്റ് അക്കൗണ്ടിലോട്ട് ഇടിയിപ്പിക്കുകയും ഈ അക്കൗണ്ട് അതാത് ദിവസം തന്നെ ഞാൻ പുള്ളിക്കാരിയുടെ അക്കൗണ്ടിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇത് അത്രയ്ക്കും എനിക്ക് വിശ്വാസം വന്നത്, കാരണം പലപ്പോഴും സംശയം, കാരണം ഇത്രയും ലക്ഷം എങ്ങനെ വന്നു എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരാറുണ്ട്. ആദ്യമൊക്കെ ഡിലേ വരുന്നവരുടെ എല്ലാവരുടെയും പേയ്മെന്റ് പുള്ളിക്കാരി തിരിച്ചു തരും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും. അപ്പം പിന്നെ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല, കാര്യങ്ങൾ വളരെ അതെല്ലാം ചെറിയ എമൗണ്ടുകളായിരുന്നു. അറൗണ്ട് ഞാൻ ഓപ്പൺ പറയാം, ഒരു 22 ലക്ഷം രൂപയോളം പുള്ളിക്കാരി എനിക്ക് തിരിച്ചു തന്നു. മൊത്തം 86 ലക്ഷം രൂപയാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. 86 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് ആദ്യം കാരണം ഇത് ഡിലേ ആവുമ്പോഴത്തേക്ക് ആൾക്കാർ പറയത്തില്ലേ, എന്നാൽ നമുക്കിത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, റീഫണ്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ ഫുൾ എമൗണ്ട് ഇട്ട് തരും. അപ്പൊ ഞാനത് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കുറെ പേർക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു.
പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്നു. കാരണം അവരുടെ ഫാമിലിയായിട്ട് എല്ലാ കാര്യങ്ങളും ആ സമയത്തായിരുന്നു അവളുടെ ബ്രദറിന്റെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ, അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ എനിക്ക് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും അവിടെ ഇല്ല, ഉണ്ടാവുന്നില്ല. പിന്നീടാണ് ഇവള് ബൾക്ക് എമൗണ്ടുകൾ മേടിക്കുന്നത്. പിന്നീടാണ് അറിയുന്നത് ഇവള് അവളുടെ എൻഗേജ്മെന്റിന്റെ സമയത്താണ് ഞാൻ അറിയുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, പറഞ്ഞെല്ലാം കള്ളമാണ് എന്നുള്ള സത്യാവസ്ഥ ഞാൻ അറിയുന്നു. അത് ബ്രദറിന്റെ എൻഗേജ്മെന്റിന്റെ സമയത്താണ് ഞാൻ അറിയുന്നത്. അപ്പൊ അതിന് മുന്നേ മാരേജ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും? അല്ല, മാരേജ് കഴിഞ്ഞു, ഡിവോഴ്സ് ആയി, പള്ളി എന്നുള്ള പേപ്പർ മാത്രമേ കിട്ടാനുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, കാരണം ഇവരുടെ ഒരു ബന്ധുക്കളെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പം ആ വിവാഹം കഴിച്ച ആള് വിവാഹം കഴിച്ച ആളുടെ പേര് ഗ്ലാഡ്സൺ എന്നാണ്, തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തിരുന്നോ? അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തില്ല. അദ്ദേഹം കാലിന്റെ എന്തോ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗൾഫിലാണ്. ഡിവോഴ്സ് അല്ലാതെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവിൽ എത്രത്തോളം രൂപ? ഇപ്പം ശരിക്കും പറഞ്ഞാല് ഇതില് പിന്നൊരു 20 ലക്ഷം രൂപയോളം ഞാൻ കുട്ടികൾക്ക് എന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് കൊടുക്കേണ്ടി വന്ന മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഈ കുട്ടികളുടെ കഷ്ടപ്പാട് കാണുമ്പോഴത്തേക്ക് എനിക്കത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുകയില്ല, ഉള്ളത് പറയാമല്ലോ. കാരണം ഇവരെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇതാരും ലക്ഷങ്ങൾ എടുത്ത് വെച്ചിട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നവരല്ല. എങ്ങനെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു. ഞാൻ ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള എൻ്റെ സമ്പാദ്യം ഞാൻ ഇതിനു വേണ്ടി കുണ്ട്ര സ്റ്റേഷന്റെ പരിധിയിലാണ്. കുണ്ട്ര സ്റ്റേഷനിൽ പരാതി ഉണ്ട്. 1032/2025 കഴിഞ്ഞ വർഷം ഡേറ്റ് മാർച്ച് 10 മാർച്ചിൽ നമ്മൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒരിക്കൽ പുള്ളിക്കാരിയെ അവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ അപ്പൊ ഇവള് പൈസ മേടിക്കുമ്പം അവളുടെ അക്കൗണ്ടിലോട്ടും അവളുടെ ബ്രദറിന്റെ അക്കൗണ്ടിലോട്ടും അവളുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ടുമായിട്ടാണ് എൻ്റെ ഇന്ന് പൈസ മേടിച്ചത്. അത് കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്ത് തന്നെ സ്റ്റേഷനിൽ കാണിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൂഫിന്റെ കോപ്പി ഞാൻ മാഡത്തിന് ഞാനിപ്പം തന്നെ തരാം. കാരണം എക്സൽ ഷീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഫുൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് കുറെ കാണും. സോ അതുകൊണ്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ അവരുടെ വക്കീൽ വന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ പോലും അതിനകത്ത് യാതൊരു മിസ്റ്റേക്കും പറയാൻ പറ്റിയിട്ടില്ല. ഈവൻ ഹൈക്കോടതിയിൽ പിന്നെ കാൻഡിഡേറ്റ്സ് സ്വാഭാവികമായിട്ടും ആരുടെ അടുത്തായിരിക്കും വരുന്നത്? എൻ്റെ അടുത്തായിരിക്കും വരുന്നത്. കാരണം അവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ എനിക്കിതിപ്പോൾ ലീഗലി ഫോളോ അപ്പ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നീതി കിട്ടുമോ? നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം നിയമത്തിലും നീതിയിലും എനിക്ക് വിശ്വാസമുണ്ട്. ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരുന്നു കേസിൽ? അവള് തരാം എന്ന് പറയും, ഒരു ഡേറ്റ് പറയും. അപ്പോൾ ആ ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ആ ഡേറ്റ് പറയുമ്പോഴത്തേക്ക് അവൾ വീട് വിറ്റിട്ട് തരാം, അത് ചെയ്തിട്ട് തരാം, ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ കേൾക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. കുട്ടികൾക്ക് അവസാനം ഞാൻ കുട്ടികൾക്കാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് തരാനുള്ള 20 ലക്ഷം രൂപ നീ തരണ്ട, അത് നീ വിട്ടേക്ക്, കാൻഡിഡേറ്റ്സിന്റെ ക്യാഷ് മാത്രം റിട്ടേൺ കൊടുത്തേക്ക്. ഇനിയിപ്പം എല്ലാം കൂടെ ഒരു 40-45 ലക്ഷം രൂപയ്ക്കകത്ത് ഉണ്ട്. എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാക്കി തന്നു? ഉണ്ട്, ഇതുണ്ട്. പിന്നെ അത് ബാക്കി എന്റെ ബാധ്യത ഞാൻ നോക്കിക്കോളാം, അത് കുഴപ്പമില്ല. ടോട്ടലി ഏകദേശം 80 ലക്ഷം രൂപ എടുത്ത് വന്നതിൽ 20 അവള് അടുപ്പിച്ച് തന്നു. പക്ഷെ എന്നിട്ട് 40 സംതിങ് നമുക്ക് മൊത്തത്തിൽ കാൻഡിഡേറ്റ്സിനെല്ലാം കൂടെ ഞാൻ കൊടുക്കാനുള്ളൂ. അതിന്റെ കാരണം എന്താ, എന്റെ ബാലൻസ് വരുന്ന 20 എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എന്റെ 20 ലക്ഷം രൂപ നീ എനിക്ക് തരണ്ട, അവരുടെ പൈസ കൊടുക്കുക. അതുപോലും പുള്ളിക്കാരിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇത് എൻ്റെ കയ്യിൽ നിന്ന് മാത്രം പറ്റിച്ച പൈസയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ തിരുവനന്തപുരത്തുള്ള ജിജിൻ സ്റ്റെർമിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ, കാരണം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പരസ്പരം കോൺടാക്ട് ചെയ്യുമല്ലോ, അവരുടെ കയ്യിൽ 20 ലക്ഷം രൂപയോളം ഇവള് മേടിച്ചു. എന്നിട്ട് അവരുടെ കാൻഡിഡേറ്റ്സിന് വ്യാജ വിസ അടിച്ചു കൊടുത്തു. വിവാഹമല്ല, വിസയുടെ മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് വ്യാജ വിസയാണ് അടിച്ചു കൊടുത്തത്. അതായത് സോഫ്റ്റ് കോപ്പി അതിന്റെ പ്രൂഫുണ്ട്. അതുപോലെ കണ്ണൂരുള്ള പലരിൽ നിന്നും എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഞാൻ ഡേറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 65 ലക്ഷം രൂപയോളം പലരിൽ നിന്ന് അവൾ മേടിച്ചിട്ടുണ്ട്. അതിലും 2 സ്ത്രീകളുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം അവർക്ക് വിസ വന്നു എന്ന് പറഞ്ഞ് സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുത്ത് ഫുൾ എമൗണ്ട് 9 ലക്ഷം രൂപയോളം അവരെയും കൊണ്ട് വസ്തു വിപ്പിച്ച് അവൾ പൈസ മേടിച്ചു. പക്ഷേ പാസ്പോർട്ട് വന്നപ്പോൾ ഇതിനകത്ത് ഇതൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം പ്രൂഫ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാംഗ്ലൂരുള്ള ഒരു ലേഡിയിൽ നിന്ന് 22 ലക്ഷം രൂപ ഓളം മേടിച്ചു. അതിൽ 5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലാണ് ഇട്ടത്. അതേ ദിവസം തന്നെ അവളുടെ അക്കൗണ്ടിലോട്ട് ഞാനത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിന്
പൂർണ്ണ ഉത്തരവാദിത്വം അവളാണ് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പരസ്പരം നോട്ടറി അറ്റസ്റ്റേഷനും ചെയ്തിട്ടുണ്ട്. അവർ നിയമപരമായിട്ട് പോവാണ്. പക്ഷെ ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു ബലവും വിജയവും എന്ന് പറയുന്നത് പറ്റിക്കപ്പെടുന്നവരാരും മുഖം പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ഉണ്ടായ ഈ ദുരനുഭവം ഇനി ഈ ലോകത്ത് ഒരാൾക്കും ഉണ്ടാകരുത്, ഒരാളും ഇതുപോലെ പറ്റിക്കപ്പെടരുത്. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നിയമ നടപടിയുമായിട്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോഴും സ്ത്രീകളാണെന്നുള്ളൊരു പരിഗണനയിൽ അല്ലെ, ഇതൊക്കെ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ചയ്ക്ക് പോലും എടുക്കുന്നില്ല. ശരിക്കും വലിയ തട്ടിപ്പ് തന്നെ, 80 ലക്ഷം രൂപയുടെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ട് ഒരു മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാം.